Hi friends, welcome to my channel. So today we are going to take the teaching aptitude, and it is the most important topic in UGC NET paper 1. So let's go to the topic. These are the most important topics in teaching aptitude. The first one is teaching objectives and different levels of teaching, learners characteristics, models of teaching, methods of teaching, teaching support system, ഇവാലുവേഷൻ സിസ്റ്റം. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ കാണുന്നത് ഈ ഒരു മേഖലകളിൽ നിന്നാണ്. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദിസ് ടോപ്പിക്. The first one is teaching objectives and different levels of teaching. First of all, you should understand what is the real meaning of teaching aptitude. നമ്മൾ ഈ ഏരിയയിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഒരു ടീച്ചർ എങ്ങനെ കുട്ടികളെ സമീപിക്കുന്നു എന്ന് ചെക്ക് ചെയ്യാനായിരിക്കും. അതായത് ഹൗ ഓർ ഷീ ഡീൽസ് സ്റ്റുഡൻസ് അക്കോർഡിംഗ്സ് ടു ദെയർ നീഡ്സ്. നമുക്കറിയാം, ഒരു ക്ലാസ് റൂമിൽ ഒരുപാട് കുട്ടികളുണ്ടാകും. അവരുടെ ലെവൽസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോരുത്തരുടെയും ലേണിംഗ് ലെവൽസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ആയിരിക്കും. ചിലർ സ്ലോ ലേണേഴ്സ് ആയിരിക്കും, ചിലർ ഹൈ അച്ചീവേഴ്സ് ആയിരിക്കും, ചിലർ ആവറേജ് സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പം കുട്ടികളുടെ നീഡ്സ് അനുസരിച്ച് എങ്ങനെ ഈക്വൽ ആയിട്ട് കുട്ടികളിലേക്ക് നോളജ് ഇമ്പാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ ടീച്ചർ കൊണ്ടുവരുന്നു. അപ്പം ഈ ഭാഗത്ത് നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും ടീച്ചറുടെ എബിലിറ്റി ചെക്ക് ചെയ്യാനുള്ളതായിരിക്കും. അതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ദാറ്റ് ഈസ് ഹിയർ we combine two concepts, that is teaching and aptitude. Aptitude means ability, that is ability to teach. So these are the most important objectives of teaching. The first one is desired changes in pupil. കുട്ടികളുടെ ബിഹേവിയറിൽ മൊത്തത്തിലുള്ള ഒരു ഡിസൈഡ് ചേഞ്ചസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഷേപ്പ് ബിഹേവിയർ ആൻഡ് കണ്ടക്ട്, അക്വിസിഷൻ ഓഫ് നോളജ്, ഇംപ്രൂവ് ലേണിംഗ് സ്കിൽസ്, formation of belief system, provide a social and efficient member to the society. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ടീച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂവസ് പ്രോസസ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദി ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ടീച്ചിങ്. ഇറ്റ് ഈസ് വെരി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് സെഷൻ. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ടീച്ചിങ്, ദാറ്റ് ഈസ് മെമ്മറി ലെവൽ, understanding level and reflecting level. Here memory level means it is the lowest level. അതായത് ഒരു കുട്ടിയുടെ ഏറ്റവും താഴ്ന്ന ക്ലാസ്സുകളിലാണ് മെമ്മറി ലെവൽ നമ്മൾ പ്രയോഗിക്കുന്നത്. അതായത് കുട്ടിയുടെ ഇവിടെ കോൺസെപ്റ്റ് മഗപ്പ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഷീ ഓർ ഹി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് റിയൽ. അവർക്കൊരിക്കലും ആ കോൺസെപ്റ്റിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല. ജസ്റ്റ് ഒരു മഗപ്പ് മാത്രം, ഒരു കാണാപ്പാഠം പഠിക്കുക എന്നുള്ളത് മാത്രമാണ് മെമ്മറി ലെവലിൽ പറയുന്നത്. അതുകൊണ്ടാണ് ലീസ്റ്റ് തോട്ട്ഫുൾ എന്ന് പറയുന്നത്. അധികം കുട്ടി ചിന്തിക്കുന്നില്ല, എന്താണോ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നത് അതായിരിക്കും ആ കോൺസെപ്റ്റിനെ കുറിച്ച് കുട്ടിക്കുള്ള അറിവെന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത് തോട്ട്ഫുൾ ആണ്. ഇവിടെ കുട്ടി മനസ്സിലാക്കി പഠിക്കുന്നതാണ് ചെയ്യുന്നത്. കുട്ടി ULT എന്നാണ് യൂഷ്വലി അണ്ടർസ്റ്റാൻഡിങ് ലെവൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മെമ്മറി ലെവൽ എന്ന് പറയുന്നത് MLT എന്നും. ഓക്കെ, അപ്പം അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ മെമ്മറി ലെവലിൽ നിന്നും വെച്ച് കുറച്ച് ഹയർ ലെവലാണ്. ഇവിടെ കുട്ടി മനസ്സിലാക്കി പഠിക്കാനായിട്ട് തുടങ്ങുന്നു. അതായത് കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആക്കാനായിട്ട് ശ്രമിക്കുന്നു. ആൻഡ് ദ മോസ്റ്റ് ഹയസ്റ്റ് ലെവൽ ഈസ് റിഫ്ലക്റ്റീവ് ലെവൽ. അതായത് മോസ്റ്റ് തോട്ട്ഫുൾ ആയിട്ടുള്ള ലെവലാണ് റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. ഇവിടെ ആപ്ലിക്കേഷനാണ് നടക്കുന്നത്. കുട്ടി മനസ്സിലാക്കി പഠിച്ചത് എന്തും റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നു. അതാണ് റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഹൈറാർക്കിക്കൽ ഓർഡർ ഓഫ് ദ ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇവിടെ ഓരോ എക്സാമ്പിൾ തന്ന് ഇത് ഏത് ലെവലിനകത്ത് വരുന്നതാണ് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ, 3 ലെവൽസ് ഓഫ് ടീച്ചിങ്സ് ആണ് ഉള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്കറിയാം, ഒരു ക്ലാസ്സിൽ എന്ന് പറയുമ്പം ഡിഫറെൻറ്റ് ബിഹേവിയറുള്ള, അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എല്ലാവിടെയും കോമൺ ആണ്. ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു മിനിയേച്ചർ സൊസൈറ്റിയാണ്. അപ്പം മിനിയേച്ചർ സൊസൈറ്റി എന്ന് പറയുമ്പോൾ പല മേഖലകളിൽ നിന്നുള്ള കുട്ടികളായിരിക്കും ഒരു ക്ലാസ് റൂമിനകത്ത് ഉണ്ടാവുക. അതുപോലെ അവരുടെ എബിലിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പം കുട്ടിയുടെ ക്യാരക്ടർ മനസ്സിലാക്കി അവരുടെ അതായത് സ്ലോ ലേണേഴ്സ് ആണോ, ഹൈ അച്ചീവേഴ്സ് ആണോ, ആവറേജ് സ്റ്റുഡൻസ് ആണോ, ഹൈപ്പർ ആക്റ്റീവ് ആണോ, അങ്ങനെ കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾക്ക് വേണ്ട അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന വിധത്തിൽ
ടീച്ചിങ് നടത്തുക എന്നുള്ളതാണ് ഒരു ടീച്ചറിൻ്റെ എയിം എന്ന് പറയുന്നത്. സോ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കണം. പ്രധാനമായിട്ടും ഹയർ സ്റ്റഡീസിലേക്ക് വരുമ്പം അഡോളസെൻറ്റും അഡൽട്ട് ലേണേഴ്സുമാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. അവിടെ അക്കാദമിക്കും സോഷ്യൽ ആൻഡ് ഇമോഷണൽ കോഗ്നിറ്റീവ് ഈ മേഖലകളിലെല്ലാം തന്നെ ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. അഡോളസെൻറ്റ് ലേണേഴ്സ് എന്ന് പറയുമ്പം അവർ കുറച്ചുകൂടി എന്താ പറയുക, ഒരു ഹൈ ആക്റ്റീവായിരിക്കും, ഒരു ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള, എല്ലാത്തിലും ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു സെഷനായിരിക്കും അഡോളസെൻറ്റ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അവർ ജസ്റ്റ് അഡൽട്ട് ലേണേഴ്സും അഡോളസെൻറ്റ് ലേണേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, അഡോളസെൻറ്റ് ലേണേഴ്സ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ അവരൊന്നും പറഞ്ഞത് മനസ്സിലാക്കില്ല, ജസ്റ്റ് എന്താണ് അവർക്ക് ചെയ്യാൻ തോന്നുന്നത് അവരത് ചെയ്യുന്നു. ഓക്കെ, കുട്ടികളും അഡൽട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇവിടെ മറ്റുള്ളവർ എന്താണോ അവരിൽ മേലെ ഇമ്പാർട്ട് ചെയ്യുന്നത്, കുട്ടികളിൽ മേലെ ഇമ്പാർട്ട് ചെയ്യുന്നത്, അതാണ് കുട്ടികൾ അനുസരിക്കുന്നത്. അതേസമയം അഡൽട്ട്സ് എന്ന് പറയുന്നത് അവർക്കറിയാം എന്താണ് ഇമ്പോർട്ടൻറ്റ്, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കിയവർക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നു. സോ ദാറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ലേണേഴ്സ്. And here, when we discussing about the learner's characteristics, we should understand the levels of learning. Levels of learning എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബെഞ്ചമിൻ ബ്ലൂംസ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞനും സൈക്കോളജിസ്റ്റും അതുപോലെ ഗാഗ്നയുടെയും ലെവൽസ് ഓഫ് ലേണിംഗ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് സെഷനിൽ പഠിക്കാനുള്ളത്. ഇവിടെ ബ്ലൂംസ് ടാക്സോണമി ആണ് തന്നിരിക്കുന്നത്. ടാക്സോണമി എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷനാണ്, അതായത് ഒരു ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ലെവൽസ് ഓഫ് ലേണിംഗ് ആണ്, കുട്ടിയുടെ ലെവൽസ് ഓഫ് ലേണിംഗ് ആണ് ഇവിടെ നോക്കുന്നത്. അതിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ലെവലാണ് റിമെമ്പറിങ് എന്ന് പറയുന്നത്. റിമെമ്പറിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജസ്റ്റ് റെക്കഗ്നൈസിങ് ആൻഡ് റീകാളിങ് ഫാക്ട്സ്, ജസ്റ്റ് ഫാക്ട്സ് എന്താണ് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുന്നു, അത് ഓർത്തെടുക്കുന്നു, അത് മാത്രമാണ് റിമെമ്പറിങ് എന്ന് പറയുന്ന സെഷനിൽ വരുന്നത്. ഏറ്റവും ലോവസ്റ്റ് ലെവലാണ്. ഓക്കെ, ദെൻ ദ സെക്കൻഡ് ലെവൽ ഈസ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ദ ഫാക്ട്സ് മീൻ. എന്താണ് ഫാക്ട്സ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ദെൻ അപ്ലൈ, ദാറ്റ് ഈസ് എന്താണോ അണ്ടർസ്റ്റാൻഡ് ചെയ്തത് അത് അപ്ലൈ ചെയ്യുന്നു. ദ ഫാക്ട്സ് ആൻഡ് ട്രൂത്ത്സ്, കോൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയാസ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ, അതാണ് അപ്ലൈ എന്ന് പറയുന്നത്. ദെൻ അനലൈസ്, വിശകലനം ചെയ്യുക. ബ്രേക്കിംഗ് ഡൗൺ ഇൻഫർമേഷൻ ഇൻ ടു കോമ്പണൻറ്റ് പാർട്സ്. അപ്ലൈ ചെയ്തു, ഇനി സ്വന്തമായി എന്ത് ചെയ്യുന്നു, തനിക്ക് കിട്ടിയിട്ടുള്ള ഫാക്ട്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കോമ്പണൻസിൽ അനലൈസ് ചെയ്യാനായിട്ട് കുട്ടി പഠിക്കുന്നു. ഓക്കെ, ദെൻ ഇവാലുവേറ്റ്, ജഡ്ജിങ് ദ വാല്യൂ ഓഫ് ഇൻഫർമേഷൻ ഓർ ഐഡിയാസ്. ആൻഡ് ക്രിയേറ്റ്, കമ്പൈനിങ് പാർട്സ് ടു മേക്ക് എ ന്യൂ വോൾ. ഓക്കെ, നമ്മൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഈ ലെവൽസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ബ്ലൂംസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ബെഞ്ചമിൻ ബ്ലൂം എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ്, എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം ഈ മേഖലയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് ആണ്. ഓക്കെ, ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് റിമെമ്പറിംഗ് ആണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 4 മോഡൽസ് ഓഫ് ടീച്ചിങ് ആണുള്ളത്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ, സോഷ്യൽ മോഡൽ, പേഴ്സണൽ മോഡൽ, ബിഹേവിയറൽ മോഡൽ. ഈ ഓരോ മോഡൽസിനകത്തും വീണ്ടും സബായിട്ട് വരുന്നുണ്ട്, ഒരുപാട് സെക്ഷൻസ് വീണ്ടും വരുന്നുണ്ട്. അതിൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് നോക്കാം. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ എന്ന് വെച്ചാൽ ജസ്റ്റ് കോഗ്നേറ്റീവ് ആസ്പെക്റ്റിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് കുട്ടിയുടെ നോളേജ് മാത്രം, ജസ്റ്റ് ഫോക്കസ് ഓൺ ദി കോഗ്നേറ്റീവ് ആക്ടിവിറ്റി ഓഫ് ദി ചൈൽഡ്. കുട്ടിയുടെ കോഗ്നേറ്റീവ് ആക്ടിവിറ്റി മാത്രമാണ് അവിടെ നോക്കുന്നത്. ഓക്കെ, സോ അതിനകത്ത് വരുന്നതാണ് ഇൻഡക്റ്റീവ് തിങ്കിങ്, ദെൻ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ്. ഇത് ഓരോരുത്തരും ആരാണ് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കണം. ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ കൊണ്ടുവന്നത് അത് ക്ലാസിഫിക്കേഷൻ ഓറിയൻറ്റഡ് ആണ്. കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്നത് ബ്രൂണറാണ്. ഇൻഡക്റ്റീവ് തിങ്കിങ് ആരാണ് കൊണ്ടതെന്ന് വെച്ചാൽ ഹിൽഡ ടാബ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബ്രൂസ് ജോയ്സ് എന്ന് പറയുന്ന അതിൻ്റെ ഡെവലപ്പ് ചെയ്ത വ്യക്തി. ഓക്കെ, കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്നത് ജെറം ബ്രൂണറാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ പിക്ചർ വേൾഡ് ഇൻഡക്റ്റീവ് മോഡൽ. ദ പിക്ചർ വേൾഡ് ഇൻഡക്റ്റീവ് മോഡൽ എമിലെ ഖാലാൻ. അതുപോലെ സയൻറ്റിഫിക് ഇൻക്വയറി മോഡൽ, ദെൻ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, ന്യൂമോണിക്സ് മോഡൽ, സിനറ്റിക്സ് മോഡൽ, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ജെറം ബ്രൂണർ ആണ്. ആൻഡ് ഓൾസോ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്ന് പറയുന്നത് ഡേവിഡ് ഓസ്ബൽ ആണ്.
ഓക്കെ. ദെൻ ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ, ഹിൽഡ ടാബ്. ഇത് മൂന്നുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലിനകത്ത് വരുന്നതാണ്. ഓരോ ഫാമിലി ആയിട്ടാണ് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനെ തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്തും ഇൻഡക്റ്റീവ് മോഡൽ, അതുപോലെ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ, കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, ഇത് മൂന്നാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിക്കകത്ത് വരുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് സോഷ്യൽ മോഡൽ, സോഷ്യൽ ഫാമിലി എന്ന് പറയാം. സോഷ്യൽ ഫാമിലിനകത്ത് വരുന്ന പാർട്ട്നേഴ്സ് ഇൻ ലേണിംഗ്, പോസിറ്റീവ് ഇൻ്റർ ഡിപ്പെൻഡൻസ്, സ്ട്രക്ചേർഡ് ഇൻക്വയറി, ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ, റോൾ പ്ലേയിങ്, ജുറിസ്പ്രുഡൻഷ്യൽ ഇൻക്വയറി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ മോഡൽസ് എന്ന് പറയുന്നത്. അതിൽ ജുറിസ്പ്രുഡൻഷ്യൽ ഇൻക്വയറി എന്ന് പറയുന്നത് ഡൊണാൾഡ് ഒളിവർ ആണ്. ഡൊണാൾഡ് ഒളിവർ ആൻഡ് ജെയിംസ് ഷീവർ ആണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ജെയിംസ് ഷീവർ ആൻഡ് ഡൊണാൾഡ് ഒളിവർ. ദെൻ പേഴ്സണൽ മോഡൽ. പേഴ്സണൽ മോഡൽ എന്ന് പറയുമ്പം അതിൽ നോൺ ഡയറക്റ്റീവ് ടീച്ചിങ്ങും എൻഹാൻസിങ് സെൽഫ് എസ്റ്റീം. ഇത് ക്ലാസിഫിക്കേഷൻ മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. That is depiction of teaching and learning environment including the behavior of teachers and students while the lesson is presented through that model. നമ്മളൊരു ക്ലാസ്സിനകത്ത് എങ്ങനെയാണ് അതിൻ്റെ ലേണിംഗ് എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ കുട്ടിയുടെ ഒരു ലെസൺ എടുക്കുന്നു എന്നുള്ളതാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, എൻവയോൺമെൻറ്റ് ഉണ്ട്, അതുപോലെ ലേണേഴ്സ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. അപ്പോൾ ടീച്ചിങ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഏത് രീതിയുടെ അടിസ്ഥാനത്തിലാണ്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആകുമ്പോൾ കോഗ്നിറ്റീവ് ലെവൽസ് ആയിരിക്കും. ദെൻ സോഷ്യൽ മോഡൽസ് ആകുന്ന സമയത്തും കുട്ടി എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ പേഴ്സണൽ മോഡൽസ് എന്നുണ്ട്. പേഴ്സണൽ ഫാമിലി എന്ന് പറയുന്നത് മറ്റൊരു ഇത്, അതായത് ഇവിടെ സെൽഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ ബിഹേവിയറൽ മോഡൽസ്, അതിൽ മാസ്റ്ററി ലേണിംഗ്, ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ, സിമുലേഷൻ, സോഷ്യൽ ലേണിംഗ്, പ്രോഗ്രാംഡ് ഷെഡ്യൂൾ, ഇത്രയാണ് അതിനകത്ത് വരുന്നത്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചു വയ്ക്കാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടീച്ചിങ് മെത്തേഡ്സ്. അനദർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ടീച്ചിങ് മെത്തേഡ്സ്. ടീച്ചിങ് മെത്തേഡ്സ് തന്നെ പ്രധാനമായിട്ടും 4 ടീച്ചിങ് മെത്തേഡ്സ് ആണുള്ളത്. ടീച്ചർ സെൻറ്റേർഡ് ആണ് ഒന്ന്. ദെൻ പീപ്പിൾ സെൻറ്റേർഡ്, ദാറ്റ് ഈസ് ചൈൽഡ് സെൻറ്റേർഡ്. ദെൻ പീപ്പിൾ സെൻറ്റേർഡ്, അതിൽ തന്നെ സോഷ്യലൈസ്ഡ് ക്ലാസ് റൂം ടെക്നിക്സ് ഉണ്ട്. അതുപോലെ യൂസ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ടെക്നോളജി. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ടീച്ചർ സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലെക്ചറിങ് മെത്തേഡിനകത്ത് ടീച്ചർക്കാണ് അവിടെ റോൾ എന്ന് പറയുന്നത്, കുട്ടിക്കല്ല. അതേപോലെ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറയുമ്പം ടീച്ചർ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. അത് ബയോഗ്രഫിക്കൽ ഉണ്ട്, ഹിസ്റ്റോറിക്കൽ, ടീം ടീച്ചിങ്. ടീം ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ടീച്ചേഴ്സ് ഒരു കോൺസെപ്റ്റ് കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് ടീം ടീച്ചിങ് എന്ന് പറയുന്നത്. സോ അവിടെ ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു മെത്തേഡ്സ് ആണ് അവിടെ ഉള്ളത്. നെക്സ്റ്റ് വൺ ഈസ് പ്യൂപ്പിൾ സെൻറ്റേർഡ്. അതിനകത്ത് തന്നെ ഇൻസൈഡ് ദ ക്ലാസ് ഉണ്ട്. ഇൻസൈഡ് ദ ക്ലാസ്സിനകത്ത് വരുന്നതാണ് ലബോറട്ടറി, ഹ്യൂറിസ്റ്റിക്, പ്രോജക്റ്റ് മെത്തേഡ്, അസൈൻമെൻറ്റ് മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്. ഇത് ഓരോന്നും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രോജക്റ്റ് മെത്തേഡാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബിക്കോസ് അതിൽ കിൽപാട്രിക് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ്, അദ്ദേഹം ആണ് പ്രോജക്റ്റ് മെത്തേഡ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അദ്ദേഹം, അതായത് കുട്ടികൾ ലേണിംഗ് ബൈ ഡൂയിങ് ആണ് പ്രോജക്റ്റ് മെത്തേഡിൽ നടക്കുന്നത്. Okay, so it is pupil-centered method. Then next one is pupil-centered. അതിനകത്ത് തന്നെ സോഷ്യലൈസ്ഡ് ക്ലാസ് റൂം ടെക്നിക്സ് ആണ്. സോഷ്യലൈസ്ഡ് ക്ലാസ് റൂം ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുട്ടി ഒരു പ്രവൃത്തിയിൽ ഇൻവോൾവ് ചെയ്യുന്നതിനപ്പുറം സെമിനാർ, അതുപോലെ സിംപോസിയം, വർക്ക്ഷോപ്പ്, പാനൽ ഡിസ്കഷൻ, ഇതൊക്കെ കണ്ടക്ട് ചെയ്ത് ഒരു സോഷ്യലൈസ്ഡ് ക്ലാസ് റൂം സിറ്റുവേഷനകത്താണ് കുട്ടി പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടിയെയാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പം സെമിനാർ കണ്ടക്ട് ചെയ്യുന്നത്, സിംപോസിയം, വർക്ക്ഷോപ്പ്, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് സോഷ്യലൈസ്ഡ് ക്ലാസ് റൂം ടെക്നിക്സിനകത്ത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് യൂസ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ടെക്നോളജി. ഇൻസ്ട്രക്ഷണൽ ടെക്നോളജി എന്ന് പറയുമ്പം ഇവിടെ കമ്പ്യൂട്ടർ, അതുപോലെ ICT ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, അതായത് നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക, ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് വരുന്നതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, CIA, യൂസ് ഓഫ് ടീച്ചിങ് മെഷീൻസ്, ദെൻ പേഴ്സണലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് സ്കൂൾ എഡ്യൂക്കേഷൻ, ഔട്ട് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ, അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ, ദെൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ. അതായത് ഈ മേഖലകളിലെല്ലാം ഉള്ള പ്രധാനപ്പെട്ട ഓൺലൈൻ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്.
സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ഉണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റി പോലെയുള്ള പ്രധാനപ്പെട്ട നാഷണൽ കോർഡിനേറ്റേഴ്സ്, അതായത് ഓരോ മേഖലയ്ക്കും വേണ്ടി അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള നാഷണൽ കോർഡിനേറ്റേഴ്സ് ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ഫോർ ദ സ്കൂൾ എഡ്യൂക്കേഷൻ, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, ദാറ്റ് ഈസ് NCERT. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഔട്ട് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ദെൻ അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ ആകുമ്പം എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ആണ്, അതിനകത്ത് നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. ദെൻ മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ബാംഗ്ലൂർ. ദെൻ കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ, അതിനകത്ത് എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ, നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്, മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ, that is Indian Institute of Management Bangalore. Then University Grant Commission, that is for the postgraduate education. ഈ ഓരോ നാഷണൽ കോർഡിനേറ്റേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് AICTE. അത് സെൽഫ് പേസ്ഡ് ആൻഡ് പെർട്ടിക്കുലർലി ഇൻ്റർനാഷണൽ കോഴ്സസിന് വേണ്ടിയിട്ടുള്ളതാണ് AICTE എന്ന് പറയുന്നത്. ദെൻ NPTEL, ദാറ്റ് ഈസ് ഫോർ എഞ്ചിനീയറിംഗ്. NPTEL, ദാറ്റ്സ് ഫോർ എഞ്ചിനീയറിംഗ്. ദെൻ UGC എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ CEC ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ. ദെൻ NCERT ആൻഡ് NIOS മീൻസ് NIOS, ദാറ്റ്സ് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ. ദെൻ IGNOU ഫോർ ദി സ്കൂൾ സ്റ്റുഡൻസ്, ഓപ്പൺ സ്കൂൾ സ്റ്റുഡൻസ്. ദെൻ IIMB ഫോർ ദ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ആൻഡ് NITTR for the teacher training program. ഇത് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതിനകത്ത് വരുന്നതാണ് സ്വയം എന്ന് പറയുന്ന ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് ഒരു ഓൺലൈൻ മെത്തേഡ്സ് ആണ്, സ്വയം ഓൺലൈൻ കോഴ്സസ് ആണ്. ദെൻ സ്വയം പ്രഭ എന്ന് പറയുന്നത് മറ്റൊരു ഓൺലൈൻ കോഴ്സസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, ദാറ്റ് ഈസ് MOOC എന്ന് പറയുന്നത്. ഓക്കെ, മാസീവ് ഓൺലൈൻ കോഴ്സസ്, ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് എന്ന് പറയുന്നത് മറ്റൊരു പ്ലാറ്റ്ഫോമാണ്. അതായത് ഓൺലൈൻ കോഴ്സസ് എയിംഡ് അറ്റ് അൺലിമിറ്റഡ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പൺ ആക്സസ് വിയ ദി വെബ്. വെബിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് MOOC എന്ന് പറയുന്നത്. ഒരു ഓൺലൈൻ കോഴ്സസ് ആണ്. ഓക്കെ, അവിടെ അൺലിമിറ്റഡ് പാർട്ടിസിപ്പേഷൻ ആണുള്ളത്, അതായത് എത്ര ആൾക്ക് വേണമെങ്കിലും എൻറോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2006 ആൻഡ് എമർജ്ഡ് ആസ് പോപ്പുലർ മോഡ് ഓഫ് ലേണിംഗ് ഇൻ 2012. ഓക്കെ, 2012 അതിൽ പോപ്പുലർ മോഡായിട്ട് ഡെവലപ്പ് ചെയ്തു. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2006 നെക്സ്റ്റ് ടോപ്പിക് ഈസ് ICT ബേസ്ഡ് ടീച്ചിങ്. സോ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു രീതിയാണ് ICT ബേസ്ഡ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കുന്നത് ICT യൂസ് ചെയ്തിട്ടുള്ളത് ടെക്നോളജിയാണ്. ഏത് ടെക്നോളജി ആവാം, ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ആവാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആവാം, ലാപ്ടോപ്പ്, അങ്ങനെ ഏത് വേണമെങ്കിലും നമ്മൾ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഏത് ടീച്ചിങ്ങും ICT ബേസ്ഡ് ആണ്. ഓക്കെ, ഇത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ബിക്കോസ് ഇവിടെ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ICT ബേസ്ഡ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവാലുവേഷൻ സിസ്റ്റം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇവാലുവേഷൻ സിസ്റ്റം രണ്ടെണ്ണമാണുള്ളത്, ഫോർമേറ്റീവ് അസസ്മെൻറ്റും സമ്മേറ്റീവ് അസസ്മെൻറ്റും. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് സ്റ്റുഡൻസ് ലേൺ, കുട്ടിക്ക് ലേൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ആൻഡ് ഐഡൻറ്റിഫൈസ് ദ മിസ്കോൺസെപ്ഷൻസ് ഇൻ എ ടൈംലി വേ, ഇൻകോർപ്പറേറ്റ്സ് ഫീഡ് ഫോർവേഡ് ആൻഡ് ചെക്ക് ഏരിയാസ് ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ്. അതായത് ഇവിടെ നമ്മളൊരു കോഴ്സ് നടക്കുന്ന സമയത്ത് എൻ്റെ കോഴ്സിനകത്ത് നടക്കുന്ന ഇവാലുവേഷനാണ് അല്ലെങ്കിൽ അസസ്മെൻ്റാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് എൻഡ് ഓഫ് കോഴ്സാണ്. അതായത് ഏറ്റവും ഒരു കോഴ്സ് അവസാനിച്ചതിന് ശേഷം മാത്രം കണ്ടക്ട് ചെയ്യുന്ന അസസ്മെൻ്റാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഡിഫറൻസ് മനസ്സിലാക്കുക. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ കോഴ്സാണ്. ഓക്കെ, ത്രൂ ഔട്ട് ദ കോഴ്സാണ്. സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് കോഴ്സാണ്. അതുമാത്രമല്ല ഫോർമേറ്റീവ് എവാലുവേഷൻ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾസ് അച്ചീവ്മെൻ്റ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം സമ്മേറ്റീവ് എവാലുവേഷൻ ഫോക്കസ്ഡ് ഓൺ മെഷർമെൻറ്റ് ഓഫ് പീപ്പിൾസ് അച്ചീവ്മെൻറ്റ്. ഓക്കെ, so these are the most important differences between formative and summative assessments. Then CBCS.
CBCS means credit based choice based credit system. Okay, so that is CBCS. അതായത് ഹയർ എഡ്യൂക്കേഷനിലാണ് നമ്മൾ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം കാണുന്നത്. ഗ്രേഡിംഗ് സിസ്റ്റം, അതായത് ആദ്യം നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നു, ദെൻ ഗ്രേഡിംഗ്, ചോയ്സ് ബേസ്ഡ്, സെമസ്റ്റർ അസസ്മെൻറ്റ്. ഓക്കെ, അതായത് നമ്മൾ ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഗ്രേഡിങ്ങിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ കാണുന്ന പോലെ തന്നെ SGPA CGPA എന്ന് പറഞ്ഞ ഒരു ഓവറോൾ ഗ്രേഡ് നമുക്കവിടെ കിട്ടും. ഓക്കെ, അതാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. ദെൻ another one is educational devices, evaluational devices. Evaluational devices എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും it has been classified into two, that is quantitative as well as qualitative devices. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെൻറ്റിനകത്ത് വരുന്നതാണ് ഓറൽ ടെസ്റ്റ്, പ്രാക്ടിക്കൽ ബേസ്ഡും ദെൻ റിട്ടൺ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആണ് റിട്ടൺ എക്സാംസ് എന്ന് പറയുന്നത്. ഇവാലുവേഷൻ ടെസ്റ്റ് ആണ് അല്ലേ, ഇവാലുവേഷൻ ടൂൾസ് ആണ്. അതിനകത്ത് നമ്മൾ essay ടൈപ്പ് ക്വസ്റ്റ്യനും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനും ഉണ്ട്. ഓക്കെ, അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനകത്ത് വരുന്നതിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, ഓൾട്ടർനേറ്റീവ് റെസ്പോൺസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാച്ചിങ് ടൈപ്പ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ടൈപ്പ് ഉണ്ട്, അനോളജി ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ലെവൽസ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്സിനകത്ത് വരുന്നത്. ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പം ജസ്റ്റ് കുട്ടി എന്താണ് ആ ഒരു ചോദ്യത്തിനുള്ള കറക്റ്റ് ഒരു ആൻസർ നമ്മൾ ജസ്റ്റ് 1 സെൻറ്റൻസിൽ അല്ലെങ്കിൽ 2 സെൻറ്റൻസിൽ ആൻസർ ചെയ്യുന്നതാണ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. essay ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ റൈറ്റിംഗ് സ്കില്ലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ആ ജസ്റ്റ് ഒബ്ജക്റ്റിന്, അതായത് ഒരു എന്താ പറയുക, എന്താണ് റീകാളിംഗ് പവറാണ് കുട്ടിയുടെ നോക്കുന്നത്. ഒരു റീകാൾ ടൈപ്പ് അല്ലെങ്കിൽ ഒരു റെക്കഗ്നിഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് റെക്കഗ്നിഷൻ ടൈപ്പ് ക്വസ്റ്റ്യനിലാണ് മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പും ഓൾട്ടർനേറ്റീവ് റെസ്പോൺസും മാച്ചിങ് ടൈപ്പും ക്ലാസിഫിക്കേഷനും ഒക്കെ വരുന്നത്. അത് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ഓൾസോ ദ ക്വാളിറ്റേറ്റീവ് മെഷർമെൻറ്റ്സിനകത്ത് വരുന്നതാണ് ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, റൈറ്റിംഗ് സ്കെയിൽസ്, ചെക്ക് ലിസ്റ്റ്, റെക്കോർഡ്സ് ആൻഡ് ക്വസ്റ്റനൈസ്. ഓക്കെ, സോ ജസ്റ്റ് understand the division of quantitative as well as qualitative measurement, the evaluation devices. Then next topic is continuous and comprehensive evaluation. Continuous and comprehensive evaluation എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് continuous means regular and continuous activities conducted throughout the year to achieve all round development. കുട്ടിയുടെ മൊത്തം ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് throughout the year we conduct the activities. Okay, and comprehensive means here we not only we don't consider the the knowledge of the students, but also the mental, emotional, physical aspects of the students' progress. Okay, all round development, adana comprehensive ennu parayunnathu. And also evaluation means here variety of tools and techniques are used to assess and evaluate the students' progress. Variety tools ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒബ്സർവേഷൻ ഉണ്ടാവാം, അതുപോലെ നമ്മൾ റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവാം, മോറൽ ടെസ്റ്റ് ഉണ്ടാവാം, അങ്ങനെ ചെക്ക് ലിസ്റ്റ്, ഇൻ്റർവ്യൂ, അങ്ങനെ വെറൈറ്റി ടൂൾസാണ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. Then let's discuss about the most important topics from NTA NET previous year question paper, that is especially from the area of teaching aptitude. The first question is, what are the characteristics of continuous and comprehensive evaluation? Option A, it increases the workload on students by taking multiple tests. It replaces marks with grades. It evaluates every aspect of the students. It helps in reducing examination phobia. So here, options നോക്കുക. ഇതിനകത്ത് B എന്ന ഓപ്ഷനും C എന്ന ഓപ്ഷനും D എന്ന ഓപ്ഷനും കറക്റ്റാണ് അല്ലേ. അതായത് ഗ്രേഡിംഗ് സിസ്റ്റമാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ അകത്തുള്ളത്. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ആണ്. ജസ്റ്റ് അത് നോക്കിയാൽ മതി. ആൻഡ് ഇറ്റ് ഇവാലുവേറ്റ്സ് എവറി ആസ്പെക്ട്സ് ഓഫ് ദ സ്റ്റുഡൻസ്. കുട്ടിയുടെ മൊത്തം ആസ്പെക്ട്സ് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് എക്സാമിനേഷൻ ഫോബിയ. ബിക്കോസ് ഇവിടെ നമ്മൾ തുടർച്ചയായിട്ടുള്ള ഇവാലുവേഷൻ ആയതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ ഫോബിയ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ റിട്ടൺ എക്സാമിൻ്റെ മാർക്സ് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ CE മാർക്ക് എന്ന് പറഞ്ഞ് കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ BCD ആർ ദ കറക്റ്റ് ഓപ്ഷൻസ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് the option 4 is correct for this question. Okay,
it doesn't increases the workload on students by taking multiple tests. And the second question, which of the following attributes denote great strength of a teacher? Full-time active involvement in the institutional management, setting examples, willingness to put assumptions to the test, acknowledging mistakes. So which attribute denote great strength of teacher? അപ്പം ഇതിനകത്ത് ഓപ്ഷൻ 2 ആണ്. അതായത് ഓപ്ഷൻ 2 മീൻസ് സെറ്റിംഗ് എക്സാമ്പിൾസ്, then willingness to put assumptions to the test, then acknowledging mistakes. അല്ലേ? ഫുൾ ടൈം ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് അല്ല ഒരു ടീച്ചറുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പകരം നമ്മൾ എങ്ങനെ കുട്ടികളെ നമ്മൾ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുന്നു, മെത്തേഡ്സ്, വിച്ച് മെത്തേഡ് വി യൂസ് ടു ടീച്ച് ദ സ്റ്റുഡൻസ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ്. ആൻഡ് ഓൾസോ അസംഷൻസ്, നമ്മൾ അസംഷൻസ്, അതായത് നമ്മൾ കുട്ടികളുടെ നീഡ്സ് അനുസരിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ അക്നോളജിങ് മിസ്റ്റേക്സ്, അതാണ് റിഫ്ലക്റ്റീവ് ടീച്ചിങ്. അതുപോലെ തന്നെ റെമഡിയൽ ടീച്ചിങ്, കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വീണ്ടും റീടേക്ക് എടുക്കുന്നു അല്ലെങ്കിൽ റീടീച്ച് ചെയ്യുന്നു. ഓക്കെ, സോ ഓപ്ഷൻ 2 ഈസ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ആൻഡ് third one is, which one of the following statement is correct in the context of multiple choice type question? അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് അല്ലേ? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് മൾട്ടിപ്പിൾ, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പിനകത്ത് വരുന്ന കാറ്റഗറിയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദർ ആർ 3 types of questions: essay type, objective type and short answer type question. സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പിനകത്ത് വരുന്നതാണ്. സോ let's go to the option. And they are more objective than true false type question. They are less objective than essay type question. They are more subjective than short answer type question. They are more subjective than true false type questions. So answer 1 is correct answer because they are more objective than true false type question. ട്രൂ ഫോൾസ് ക്വസ്റ്റിനെക്കാട്ടിലും ഒബ്ജക്റ്റീവ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓപ്ഷൻസ് നിന്നും കറക്റ്റ് ആൻസർ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ദാൻ ട്രൂ ഫോൾസ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് ആർ റിക്വയർഡ് ഫോർ ഗുഡ് ടീച്ചിങ്? ഫ്രം ഗിവൺ ഓപ്ഷൻസ്, ദ ഫസ്റ്റ് വൺ ഈസ് ഡയഗ്നോസിസ്, ദെൻ റെമഡി, ഡയറക്ഷൻ, ഫീഡ്ബാക്ക്. ഓൾ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഗുഡ് ടീച്ചിങ്. നമ്മൾ ഡയഗ്നോസിസ് മീൻസ് കുട്ടികൾ ഏതാണ് വീക്ക് പോയിന്റ് എന്ന് മനസ്സിലാക്കി അവിടെ നമ്മൾ റീടീച്ച് ചെയ്യുക, അതാണ് ഡയഗ്നോസ് മെത്തേഡ് എന്ന് പറയുന്നത്. അതാണ് റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ഡയഗ്നോസിസ് ടെസ്റ്റിൻ്റെ ഭാഗമാണ് റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ദെൻ ഡയറക്ഷൻസ് കൊടുക്കുക, ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക, ഫീഡ്ബാക്കിനനുസരിച്ച് വീണ്ടും ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യുക. സോ ഓൾ ദീസ് ആസ്പെക്ട്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഗുഡ് ടീച്ചിങ്. സോ ദ ഓപ്ഷൻ 1 ഈസ് കറക്റ്റ് ആൻസർ ഫോർ ദ question. And the next question, the main objectives of student evaluation of teachers are? Student evaluation of teachers-ന്റെ main objectives ഏതൊക്കെയാണെന്നുള്ളതാണ്. The first one is to gather information about the student weaknesses. That is not correct answer. Student weakness മനസ്സിലാക്കുക എന്നുള്ളതല്ല സ്റ്റുഡൻറ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. To make teachers take teaching seriously. That's correct answer. To help teachers adopt innovative methods of teaching. That's also correct answer. To identify the areas of further improvements in teacher traits. Okay. Student evaluation of teachers in the main objectives എന്ന് പറയുന്നത് BCD എന്ന് പറയുന്നതാണ്. BCD ആണ്. That കുട്ടികളുടെ വീക്ക്നെസ് മനസ്സിലാക്കുന്നതിനപ്പുറം കുട്ടികൾക്ക് വേണ്ടത് പഠിപ്പിച്ചു കൊടുത്ത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ് മിസ്റ്റേക്സ് ഏരിയ എന്ന് മനസ്സിലാക്കി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് സ്വീകരിക്കുക എന്നുള്ളതാണ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റുഡൻറ്റ് ഇവാലുവേഷൻ ഓഫ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് 2. And the next question is, identify the important element a teacher has to take cognizance of while addressing students in classroom. Okay, so the option 2 is answer for this question, voice modulation. കുട്ടികളുടെ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വോയിസ് മോഡുലേഷൻ ആണ്. ടീച്ചറുടെ വോയിസിലുണ്ടാകുന്ന മോഡുലേഷൻ ആണ് കുട്ടികളുടെ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് another question is, as a teacher, select the best option to ensure your effective presence in the classroom. Use of peer command, making aggressive statements, adoption of well-established posture, being authoritarian. ഇതിനകത്ത് ഓപ്ഷൻ 1, 2 and 4 are not correct for this question. ഒരു
എഫക്റ്റീവ് പ്രസൻസ് ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് അഡാപ്ഷൻ ഓഫ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് പോസ്റ്ററാണ്. അല്ലാതെ പിയർ കമാൻഡോ അല്ലെങ്കിൽ അഗ്രസീവ് സ്റ്റേറ്റ്മെൻറ്റോ ബീങ് അതോറിറ്റേറിയനോ ആവരുത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് 3 for this question. And another question is, which set of learner characteristics may be considered helpful in designing effective teaching learning system? Select the correct alternative from the cards given below. Which set of learner characteristics may be considered helpful in designing effective teaching learning system? ഏതൊക്കെ ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു എഫക്റ്റീവ് ലേണിംഗ് സിസ്റ്റം, ടീച്ചിങ് ലേണിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ദ ഫസ്റ്റ് വൺ ഈസ് പ്രിയർ എക്സ്പീരിയൻസ് ഓഫ് ലേണേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദ സബ്ജക്ട്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഓഫ് ദ ലേണേഴ്സ്, family, friends. That is not correct answer for this question. And third one is ability of the learners in respect of the subject. That's very right. And students' language background. That's also correct. Interest of students in following the prescribed dress code. That is not correct for this question. And motivational orientation of the students. So option 1, 3, 4 and 6. So these are correct options for this question. സോ ഒരു കറക്റ്റ് എഫക്റ്റീവ് ടീച്ചിങ് ലേണിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്യണമെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ദ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. The next question, the use of teaching aids is justified on the grounds of attracting students' attention in the classroom, minimizing indiscipline problems in the classroom, optimizing learning outcomes of the students, effective engagement of the students in learning tasks. ഇപ്പം ഇതിനകത്ത് നമ്മളൊരു കൃത്യമായിട്ട് ഒരു ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്താണെന്നുള്ളത് ആണ്. എല്ലാ ഓപ്ഷൻസും നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിം ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഡിസൈർഡ് ഔട്ട്കംസ് കുട്ടികളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ദ ഓപ്ഷൻ 3 ഈസ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഒപ്റ്റിമൈസിങ് ലേണിംഗ് ഔട്ട്കംസ് ഓഫ് ദ സ്റ്റുഡൻസ്. കുട്ടികളുടെ ലേണിംഗ് ഔട്ട്കംസ്, കുട്ടികളിൽ നമ്മൾ എന്ത് മാറ്റമാണോ ടീച്ചിങ് എന്ന പ്രോസസ്സിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതാണ് നമ്മളവിടെ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് 3. Then another question, select the alternative which consists of positive factors contributing to effectiveness of teaching. Okay, select the alternative which consists of positive factors contributing to effectiveness of teaching. The first one is teacher's knowledge of the subject, teacher's socio-economic background, communication skill of the teacher, teacher's ability to please the students, teacher's personal contact with the students, teacher's competence in managing and monitoring the classroom transaction. So the answer is 4. That is, teacher's knowledge of the subject is very important, and also communication skill of the teacher is also very important. Then teacher's competence in managing and monitoring the classroom transaction. So these are the important factors contributing to the effectiveness of teaching. Then which of the following set of statements represent acceptable proposition in respect of teaching learning relationship? When students fail in a test, it is the teacher who fails. That's correct. കുട്ടി തോൽക്കുക എന്ന് പറയുമ്പം അതിനർത്ഥം ടീച്ചറുടെ ഫെയിലാണ്. ഓക്കെ, എവറി ടീച്ചിങ് മസ്റ്റ് എയിം അറ്റ് എൻഷുറിങ് ലേണിംഗ്. ഓരോ ടീച്ചേഴ്സും ലേണിംഗ് എൻഷുർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ എയിം എന്ന് പറയുന്നത്. ദർ ക്യാൻ ബി ടീച്ചിങ് വിത്തൗട്ട് ലേണിംഗ് ടേക്കിംഗ് പ്ലേസ്. ദർ ക്യാൻ ബി ടീച്ചിങ് വിത്തൗട്ട് ലേണിംഗ് taking place. That's also correct. And there can be no learning without teaching. That നമുക്കതൊരിക്കലും പറയാൻ പറ്റില്ല, ബിക്കോസ് ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ മാത്രമേ ലേണിംഗ് നടക്കുള്ളൂ എന്ന് പറയില്ല. ബിക്കോസ് ലേണിംഗ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. ദ സ്റ്റുഡൻസ്, ത്രൂ ഔട്ട് ലൈഫ് ഇൻഡിവിജ്വൽ ലേൺ സംതിങ്. So the learning is a continuous process. So we can't say that no learning without teaching. Okay, we can't say that. And 5, a teacher teaches but learns also. ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം ലേൺസ് പഠിക്കുന്നുണ്ട്. റിയൽ ലേണിംഗ് ഇംപ്ലൈസ് റോട്ട് ലേണിംഗ്. ദാറ്റ് ഡസൻറ്റ് മീൻ ദ റോട്ട് ലേണിംഗ്. സോ ദ ഓപ്ഷൻസ് 1, 2, 3 and 5 are the correct answers for this question. That is, these are the most important acceptable proposition in respect of teaching learning relationships. So the answer is 2. And next one is effectiveness of teaching has to be judged in terms of course coverage, students' interest, learning outcome of the student, use of teaching aids in the classroom. So the answer is 3, learning outcomes of the students.
and in which teaching method learners participation is made optimal and proactive. ഏത് ടീച്ചിങ് മെത്തേഡിലാണ് ലേണേഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിമൽ അല്ലെങ്കിൽ പ്രോആക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഡിസ്കഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കുട്ടികൾ ചേർന്ന് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ബസ് സെഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ ഡിസ്കഷൻ മെത്തേഡ് എന്ന് പറയുമ്പം ഗ്രൂപ്പ് ഡിസ്കഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഒന്നിലധികം കുട്ടികൾ ഡിസ്കസ് ചെയ്യുന്നൊരു പ്രോസസ്സ് ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് മെത്തേഡ് ആവുള്ളൂ. ജസ്റ്റ് ഡിസ്കഷൻ മെത്തേഡ് എന്നേ പറഞ്ഞുള്ളൂ. ആൻഡ് ബസ് സെഷൻ മെത്തേഡ്, ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ മെത്തേഡ്. ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം കുട്ടികളുടെ ഐഡിയാസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ദെൻ പ്രോജക്റ്റ് മെത്തേഡ്, learning by doing, that is the meaning of project method. So here optimal and proactive എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ മേക്ക് ചെയ്യുന്ന ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രോജക്റ്റ് മെത്തേഡാണ്. ബിക്കോസ് ദാറ്റ് ഹിയർ വി ലേൺ സംതിങ് ബൈ ഡൂയിങ്, ദാറ്റ് ഈസ് എ പ്രോജക്റ്റ് മെത്തേഡ്. സോ ദ ഓപ്ഷൻ 4 ഈസ് കറക്റ്റ് ആൻസർ. Next one is one of the most powerful factors affecting teaching effectiveness is related to social system of the country, economic status of the society, prevailing political system, educational system. So the answer is 4. No doubt. And next one is assertion and reason type question. ഇവിടെ നമ്മൾ assertion and reason type question ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് assertion, reason, ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ദ ബെസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് തെറ്റാണോ ശരിയാണോ, ട്രൂ ഓർ ഫാൾസ്, അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ റീഡ് ചെയ്തതിന് ശേഷം ഇത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണോ ശരിയാണോ എന്നുള്ളത്. സപ്പോസ് അസേഷൻ ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് റീസൺ എന്ന് പറയുന്നത് ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ലാസ്റ്റ് 2 ഓപ്ഷൻസ് മാത്രമേ നോക്കണ്ടുള്ളൂ. ദാറ്റ് ഈസ് 3 and 4 എന്ന് പറയുന്ന ഓപ്ഷൻസ് മാത്രമേ നോക്കണ്ടുള്ളൂ. അതേസമയം ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവാലുവേറ്റ്, 2 ഓപ്ഷൻസ് ആണ് നോക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ഓർ ഫോൾസ് എന്ന് ചെക്ക് ചെയ്യാം. സോ അസേർഷൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ ടെൻസ് ടു ആക്സിലറേറ്റ് ദ പീസ് ഓഫ് ലേണിംഗ്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ ലേണിംഗ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, പേസ് ഓഫ് ലേണിംഗ്. ആൻഡ് റീസൺ, ആസ് എഗെയിൻസ്റ്റ് സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഈസ് ഹൈലി റിലയബിൾ. ഓക്കെ, അപ്പം ഇതിനകത്ത് ട്രൂ ഓർ ഫോൾസ് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. ഫോർമേറ്റീവ് വാല്യുവേഷൻ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ കോഴ്സ് ആണ്. സമ്മേറ്റീവ് വാല്യുവേഷൻ എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് കോഴ്സ് ആണ് നമ്മൾ നടത്തുന്നത്. ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, ബട്ട് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഇസ്ന്റ് ഇറ്റ്? സമ്മേറ്റീവ് ഇവാലുവേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫോർമാറ്റീവ് വാല്യുവേഷൻ എന്ന് പറയുന്നത് ഹൈലി റിലയബിൾ ആണ് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് സമ്മേറ്റീവ് വാല്യുവേഷന് മോർ റിലയബിൾ ആണ്, ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് കോഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, so the first statement is true and the second statement is false. So the option 3 is correct answer. Next question, which of the following set of statement best represent the nature and objective of teaching and learning? Teaching is like selling and learning is like buying. Okay, and that's not correct. Teaching is social act while learning is personal act. That's right. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആക്റ്റാണ്, ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ആക്റ്റാണ്. ആൻഡ് സി ടീച്ചിങ് ഇംപ്ലൈസ് ലേണിംഗ് വെയറാസ് ലേണിംഗ് ഡസൻ ഇംപ്ലൈ ടീച്ചിങ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ വൈൽ ടീച്ചിങ് വി ആർ ഓൾസോ ലേണിംഗ് സംതിങ്, ബട്ട് ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡസൻ മീൻ ദ ടീച്ചിങ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾസോ റൈറ്റ്. ടീച്ചിങ് ഈസ് കൈൻഡ് ഓഫ് ഡെലിവറി ഓഫ് നോളജ് വൈൽ ലേണിംഗ് ഈസ് ലൈക്ക് റിസീവിങ് ഇറ്റ്. ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. ടീച്ചിങ് എന്ന് പറയുന്നത് no, it doesn't mean that it's not a delivery of knowledge while learning is like receiving it. That doesn't mean that. Learning എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അവിടെ അപ്ലിക്കേഷൻ കൂടി നമ്മൾ നോക്കുന്നുണ്ട്. It doesn't mean that just delivery of knowledge. Okay, and teaching is an interaction and is triadic in nature, whereas learning is an active engagement in subject domain. So that's correct. So the option B, C, E. So these options are correct for this question or the statement. So the option answer is 2, B, C, E. And the next question, from the list given below,
Identify the learner's characteristics which would facilitate teaching learning system to become effective. Choose the correct code to indicate your answer. Okay, so learners characteristics ആണ് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് that would facilitate the teaching learning system to become effective. The prior experience of the learner, learner's family lineage, aptitude of the learner, learner's stage of development, learner's food habits and hobbies, learner's religious affiliation. So which are the correct answer for this question? The first one is A, C, D. Prior experience of the learner is very important for the effective teaching. കാരണം നമ്മളൊരു ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ കുട്ടികളുടെ പ്രീ എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ പ്രിയർ എക്സ്പീരിയൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് C, aptitude of the learner is also very important. Then learner's stage of development. And all other options are not correct for this statement. Then another assertion and reason type question. All teaching implies learning. All teaching implies learning. Learning to be useful must be derived from teaching. അപ്പം all teaching implies learning എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, ദാറ്റ് ഈസ് ട്രൂ ആണ്. പക്ഷേ റീസൺ നോക്കൂ, ലേണിംഗ് ടു ബി യൂസ്ഫുൾ മസ്റ്റ് ബി ഡിറൈവ്ഡ് ഫ്രം ടീച്ചിങ്. ലേണിംഗ് എന്ന് പറയുന്ന ടീച്ചിങ് എന്ന പ്രോസസ്സിലൂടെ തന്നെ നടക്കണമെന്ന് പറയാനായിട്ട് പറ്റില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടീച്ചിങ് എന്ന പ്രോസസ്സിലൂടെ തന്നെ ലേണിംഗ് ഡിറൈവ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ വി കാൻ സേ ദാറ്റ് ലേണിംഗ് is continuous process. It is taking or it is coming from throughout the experiences. So we can't say that the learning is the result of teaching. So the second reason is not correct for this statement. So the option 3 is answer for this question. Then next question, on the basis of summative test, a teacher is interpreting his or her students' performance in terms of their wellness lifestyle evident in behavior, and this will be called. ഓക്കെ, സമ്മേറ്റീവ് ടെസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ടെസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് കോഴ്സ് ഒരു ടീച്ചർ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്, ഒരു സ്റ്റുഡൻസിന് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് പെർഫോമൻസ് ഇൻ ടേംസ് ഓഫ് ദെയർ വെൽനെസ് ലൈഫ് സ്റ്റൈൽ എവിഡൻറ്റ് ഇൻ ബിഹേവിയർ. അവരുടെ ലൈഫ് സ്റ്റൈൽ ഒരു ബിഹേവിയറിൽ അവരുടെ വെൽനെസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. വെൽനെസ് ലൈഫ് സ്റ്റൈലിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പെർഫോമൻസ് നോക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ 4 ആണ് ആൻസർ. Next, which one of the following is a key behavior in effective teaching? Using student ideas and contributions, structuring, instructional variety, questioning. So, ഇതിനകത്ത് കീ ബിഹേവിയർ ആണ് നോക്കുന്നത്. ഇഫക്റ്റീവ് ടീച്ചിങ്ങിൻ്റെ കീ ബിഹേവിയർ എന്താണ്? ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി ആണ്. അതായത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി എന്ന് പറയുന്നത്. അതായത് കുട്ടിയുടെ നീഡ്സ് അനുസരിച്ച് ബെസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി. സോ ദ തേർഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. And the next question, which of the following set of statement best describe the nature and objectives of teaching? So teaching and learning are integrally related. Yes, it's integrally related, and there is no difference between teaching and training. No, there is difference between teaching and training. Teaching എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ ആണ്, ബട്ട് ട്രെയിനിങ് എന്ന് പറയുന്നത് ആസ് എ പാർട്ട് ഓഫ് ടീച്ചിങ് ഇറ്റ്സ് എ പ്രീ ടീച്ചിങ് ആണ്. Okay, then concern of all teaching is to ensure some kind of transformation in students. That's right. And all good teaching is formal in nature. അല്ല, ഒരിക്കലുമല്ല. ഫോർമൽ എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ അകത്ത് നിന്നുകൊണ്ടുള്ള പഠനമാണ് ഫോർമൽ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ ഗുഡ് ടീച്ചിങ്ങും ഫോർമൽ ലേണിംഗ് അല്ലെങ്കിൽ ഫോർമൽ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എ ടീച്ചർ ഈസ് എ സീനിയർ പേഴ്സൺ ആണ്, ബട്ട് നമ്മളൊരു ലേണിംഗ് ഒരു നേച്ചർ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് നോക്കുമ്പോൾ നമുക്ക് ടീച്ചർ ഒരു സീനിയർ പേഴ്സൺ ആണ് എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ലാസ്റ്റ് വൺ ഈസ് ടീച്ചിങ് ഈസ് എ സോഷ്യൽ ആക്ട് വെയറാസ് ലേണിംഗ് ഈസ് പേഴ്സണൽ ആക്ട്. യെസ്, ഇറ്റ്സ് റൈറ്റ്. ടീച്ചിങ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ ആക്റ്റും ലേണിംഗ് എന്ന് പറയുന്നത് പേഴ്സണൽ ആക്റ്റുമാണ്. നമ്മൾ സ്വയം പഠിക്കേണ്ടതാണ് പേഴ്സണൽ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നിലധികം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പഠിപ്പിക്കുന്നതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, and which of the following learner characteristics is highly related to effectiveness of teaching? Prior experience of the learner, educational status of the parents of the learner, peer group of the learner, family says from which the learner comes. അപ്പം ഇതിനകത്ത് നമ്മൾ പ്രിയർ എക്സ്പീരിയൻസ് ഓഫ് ദ ലേണർ മാത്രമാണ് ലേണർ ക്യാരക്ടറിസ്റ്റിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നുള്ളൂ ടീച്ചിങ് എഫക്റ്റീവ്നെസ്സിന് വേണ്ടി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ 2 sets given below,
Set 1 indicates the methods of teaching and set 2 indicates the basic requirements for the success and effectiveness of this method, and match them two sets and indicate your answer by choosing from the code. So set 1 methods of teaching, set 2 basic requirements for the success and effectiveness ആണ്. So the first one is lecturing, discussion in group, brainstorming, programmed instruction. ഇതാണ് method എന്ന് പറയുന്നത്. Okay, next basic requirements എന്ന് പറയുമ്പോൾ small step presentation with the feedback provided, production of large number of ideas, content delivery in a lucid language, use of teaching aids procedure, theme based interaction among participants. അപ്പം ഇതിനകത്ത് നമ്മൾ ഓപ്ഷൻസ് നോക്കാം. ഞാൻ പറഞ്ഞു ബ്രെയിൻസ്റ്റോമിംഗ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് ഐഡിയാസ് ആണ്. കുട്ടികളിൽ നിന്ന് മാക്സിമം നമ്പർ ഓഫ് ഐഡിയാസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ബ്രെയിൻസ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ഡിസ്കഷൻ ഇൻ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു കണ്ടന്റ് ഡെലിവറി തന്നെയാണ് നടക്കുന്നത്. കണ്ടന്റ് ഡെലിവറി മീൻസ് ഒരു തീം ബേസ്ഡ് ഇൻട്രാക്ഷൻസ് ആണ് നടക്കുന്നത്. പാർട്ടിസിപ്പൻസിൻ്റെ ബേസിസിൽ ഒരു തീം ബേസ്ഡ് ഇൻട്രാക്ഷൻ ആണ് നടക്കുന്നത്. സോ ലെക്ചറിങ് കണ്ടന്റ് ഡെലിവറിയാണ്. ജസ്റ്റ് കണ്ടന്റ് എന്താണ് അത് പറഞ്ഞു കൊടുക്കാമെന്നാണ് ലെക്ചറിങ് എന്ന് പറയുന്നത്. ഡിസ്കഷൻ എന്ന് പറഞ്ഞത് തീം ബേസ്ഡ് ഇൻട്രാക്ഷൻ ആണ്. ദാറ്റ്സ് റൈറ്റ്. ബ്രെയിൻസ്റ്റോമിംഗ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് ഐഡിയാസ് ആണ്. ദെൻ ദ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ സ്റ്റെപ്പ് പ്രസൻറ്റേഷൻ വിത്ത് ഫീഡ്ബാക്ക് പ്രൊവൈഡഡ്. ഓക്കെ, ദാറ്റ് ഈസ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. സോ ലെറ്റ്സ് ഗോ ടു ദി ഓപ്ഷൻസ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ആൻഡ് യെസ്, ഓപ്ഷൻ 3 is correct answer for this question. Next, from the list of evaluation procedures given below, identify those which will be called formative evaluation. Indicate your answer by choosing from the code. Formative evaluation ആണ് നമ്മൾ നോക്കേണ്ടത്. So a teacher awards grades to students after having transacted the course work. That is not correct for the formative evaluation. And during interaction with the students in the classroom, the teacher provides correct feedback. Yes, ഇത് ത്രൂഔട്ട് ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ത്രൂഔട്ട് കോഴ്സ് ഒരു അസസ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ടീച്ചർ അവിടെ കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് കുട്ടികളിലേക്ക് കൊടുക്കുന്നു. ആൻഡ് ദ ടീച്ചർ ഗീവ്സ് മാർക്സ് ടു ദി സ്റ്റുഡൻസ് ഓൺ ദ യൂണിറ്റ് ടെസ്റ്റും. ദാറ്റ്സ് നോട്ട് കറക്റ്റ്. ഒരു എക്സാമിനേഷൻ ടെസ്റ്റ് അല്ല ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്, ഫോർമേറ്റീവ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. And the teacher clarifies the doubts of the students in the class itself. Yes, it's correct. The overall performance of student is reported to parents at every 3 months interval. That's not correct. The learner's motivation is raised by the teacher through a question and answer session. That's correct. ഇപ്പോൾ ഫോർമേറ്റീവ് വാല്യുവേഷൻ ജസ്റ്റ് മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു റിട്ടേൺ ടെസ്റ്റിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ത്രൂ ഔട്ട് ഇവാലുവേഷൻ ആണ്, കുട്ടിയുടെ എൻ്റയർ കോഴ്സിനകത്ത് നടത്തുന്ന ഇവാലുവേഷൻ ആണ് ഫോർമേറ്റീവ് വാല്യുവേഷൻ. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ബി ഡി എഫ് ആർ ദ കറക്റ്റ് ഓപ്ഷൻസ്. സോ ദ ആൻസർ ഈസ് 4. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, assertion reason type. Here it is also like the previous question, that is all teaching should aim at ensuring learning. All learning results from teaching. So already we discussed about this question. Teaching is aiming to ensure the learning, but learning is not result of teaching. സോ ഇവിടെ ക്വസ്റ്റ്യൻസ് തിരിച്ചു മറിച്ചും അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും, പക്ഷേ തിരിച്ചു മറിച്ച് നമുക്ക് ചോദിക്കാം. And option, the first one option is true, but second option is false. So the answer is 3. Okay, so these are the most important repeated question in the teaching aptitude session. So in next classes we will be discussed about the next topic in UGC NET paper 1 with previous question paper solution. So for this, please subscribe my channel and press a bell icon to get notification about this video, about the videos that that I uploading. Okay, so all the best students. Thank you.